കൂട്ടുകാർക്കെല്ലാം ഒരിക്കൽ കൂടി സ്വാഗതം. 10ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലി 1ാം ഭാഗത്തിലെ ലക്ഷ്മണ സാന്ത്വനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പാഠഭാഗത്തിലേക്ക് പോകാം. ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഠ്യോഹമെന്നീ ആമ്രീഡിതം കലർന്നീടും ദശാന്തരേ. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, മണ്ണിനു കീഴായി കൃമികളായി പോകിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. അപ്പോൾ പറയുന്നത്, ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. അപ്പോൾ നമ്മുടെ ഈ ദേഹത്തെക്കുറിച്ചുള്ള ഈ അഹംഭാവം നിമിത്തം ഞാനാണ് എല്ലാം എന്നുള്ള ആ ഒരു ഭാവത്തോടു കൂടി മനുഷ്യർ എന്തൊക്കെ നിരൂപിക്കുന്നു? ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം. ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ നരേന്ദ്രൻ എന്ന് വെച്ചാൽ രാജാവ്, ഞാൻ രാജാവാണ്, ഞാൻ ആഢ്യനാണ്, ശ്രേഷ്ഠനാണ് എന്നൊക്കെ ആമ്രേഡിതം കലർന്ന്, ആമ്രേഡിതം എന്ന് വെച്ചാൽ ആവർത്തിച്ച് പറയുന്നത്. ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുകയാണ്, ഞാൻ വളരെ ശ്രേഷ്ഠനാണ്, ഞാൻ ബ്രാഹ്മണനാണ് എന്നൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് ഞാനെന്ന ഭാവത്തിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറയുന്ന അവസരത്തിൽ എന്ത് സംഭവിക്കാം? ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ച് പോകില്ല. ചിലപ്പോൾ കടുവയോ പുലിയോ ഒക്കെ പിടിച്ച് അത് നമ്മളെ ഭക്ഷിക്കാൻ സാധ്യതയുണ്ട്, അല്ലേ? പിന്നെയോ വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടില്ല, തീയിൽപ്പെട്ട് വെണ്ണീറായിട്ട് പോകും. വെണ്ണീർ എന്ന് വെച്ചാൽ ചാരം. പിന്നെയോ മണ്ണിനു കീഴാ കൃമികളായി പോകില്ല, മരിച്ച് നമ്മുടെ ശരീരം കൃമികൾ ഭക്ഷിക്കാം. നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. അതുകൊണ്ട് ഈ ദേഹത്തെക്കുറിച്ചുള്ള അതിയായ ഒരു ആഗ്രഹം, ഈ ഞാനാണ് എല്ലാം എന്നുള്ള ഈ ഭാവം ഒരിക്കലും നന്നല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ത്വങ്മാംസരക്താസ്തി വിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളൊന്നിതധ്രുവം. ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായെന്നറിക നീ ലക്ഷ്മണ. അപ്പോൾ ഈ നമ്മുടെ ശരീരം എന്ന് വെച്ചാൽ ത്വക് മാംസ രക്താസ്തി വിൺമൂത്ര രേതസ എന്ന് വെച്ചാൽ ത്വക്ക്, മാംസം, രക്തം, അസ്ഥി, വിൺമൂത്രം. വിൺമൂത്രം എന്ന് വെച്ചാൽ നമ്മുടെ മലമൂത്രങ്ങൾ. ഇതെല്ലാം ചേരുന്ന സമ്മേളിക്കുന്ന ഒന്നാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. അത് പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. പഞ്ചഭൂതങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? മണ്ണ്, ജലം, അഗ്നി, വായു, ആകാശം. ഇതിനെയാണ് നമ്മൾ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടിച്ചേർന്നതാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വിഘടിച്ച് ഇതൊക്കെ ആയിത്തീരും, പഞ്ചഭൂതങ്ങൾ ആയിട്ട് മാറും. അപ്പോൾ പിന്നെന്ത് പറയുന്നു? മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളൊന്നി അധ്രുവം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം എന്ന് വെച്ചാൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. എന്നും ഒരുപോലെയാണോ നമ്മുടെ ശരീരം? അല്ലേ? അപ്പോൾ ഈ ശരീരം എന്ന് വെച്ചാൽ മാറ്റം ഉണ്ടാകുന്നതാണ്, അല്ലേ? അങ്ങനെയുള്ള ഒരു ശരീരമാണ് നമ്മുടെ കായം എന്ന് വെച്ചാൽ ശരീരം. ആ ശരീരം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായെന്നറിക നീ ലക്ഷ്മണ. അതായത് ഈ ദേഹത്തെക്കുറിച്ചും ഉള്ള മോഹം കൊണ്ട്, അതായത് ഞാൻ വളരെ ശക്തനാണ് എന്നാണ് ലക്ഷ്മണൻ വിചാരിക്കുന്നത്, അല്ലേ? ശരിക്കും ശക്തനാണ് എങ്കിൽ കൂടി ഈ ദേഹത്തെക്കുറിച്ച് ഉണ്ടായ ആ മോഹനിമിത്തം എന്ത് ചെയ്യുന്നു? നീ ലോകം ദഹിപ്പിപ്പതിന്നു നീ, ഈ ലോകത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ യുദ്ധത്തിന് വേണ്ടി സജ്ജനായി ഇങ്ങനെ പോകുന്നത് മാനസതാരിൽ നിരൂപിച്ചത്. താര് എന്ന് വെച്ചാൽ പൂവ്, മാനസമാകുന്ന പൂവ്. അപ്പോൾ നിന്റെ മനസ്സിൽ നീ ഇങ്ങനെ വിചാരിച്ചത് എന്തുകൊണ്ടാണ്? തവ ജ്ഞാനമില്ലായെന്നറിക നീ ലക്ഷ്മണ. തവ എന്ന് വെച്ചാൽ നിന്റെ അറിവില്ലായ്മ കൊണ്ടാണ് നീ അങ്ങനെ വിചാരിച്ചത്. ഈ ലോകത്തിനെ ഞാനിപ്പോൾ നശിപ്പിച്ച് കളയും, അല്ലേ? ഞാൻ വളരെ ശക്തനാണ്, എൻ്റെ ദേഹം വളരെ ശക്തിയുള്ളതാണ് എന്നൊക്കെ നമ്മൾ ഈ ദേഹത്തെക്കുറിച്ചുണ്ടായ അമിതമായ ആഗ്രഹം കൊണ്ട്, അത് എന്തുകൊണ്ടാണ് ഉണ്ടായത്? നിന്റെ അറിവില്ലായ്മയിൽ നിന്നാണ്
അങ്ങനെയൊരു ആഗ്രഹം നിനക്കുണ്ടായത് എന്നാണ് പറയുന്നത്. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നതോർക്ക നീ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്കു മോഹമാതാവാം അവിദ്യയാകുന്നതും. ദേഹമല്ലോർക്കിൽ ഞാനായതാത്മാവെന്നു മോഹൈകഹന്ത്രിയായുള്ളതു വിദ്യ കേൾ. സംസാരകാരിണിയായതവിദ്യയും സംസാരനാശിനിയായതു വിദ്യയും. അപ്പോൾ ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിന രോഷേണ വന്നു ഭവിക്കുന്നതോർക്ക നീ. അതായത് നമുക്ക് വരുന്ന ദോഷങ്ങളൊക്കെ ഈ ദേഹത്തെക്കുറിച്ചുള്ള അമിതമായ ചിന്തയിൽ നിന്നാണ് നമുക്ക് ദോഷങ്ങളൊക്കെ വന്ന് ഭവിക്കുന്നത്. അതാണ് പറയുന്നത്. ദേഹോഹം എന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ദേഹത്തെക്കുറിച്ചുള്ള അമിതമായ ഈ ചിന്ത അല്ലെങ്കിൽ ഈ അഹംഭാവം ഉണ്ടാകുന്നത് അവിദ്യയിൽ നിന്നാണ്. അവിദ്യ എന്ന് വെച്ചാൽ എന്താണ്? അറിവില്ലായ്മ അല്ലേ? നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെയുള്ള ഞാനെന്ന ഈ ഒരു ഭാവം നമുക്ക് വന്നു ചേരുന്നത്. അതാണ് പറയുന്നത്. പിന്നെയോ മോഹമാതാവാം അവിദ്യയാകുന്നതും, അതായത് മോഹം ഇങ്ങനെയുള്ള ഈ ആഗ്രഹം, അമിതമായി ഈ ആഗ്രഹം ഉണ്ടാകുന്നത് അവിദ്യയിൽ നിന്നാണ്, അജ്ഞാനത്തിൽ നിന്നാണ്. പിന്നെയോ ദേഹമല്ലോർക്കിൽ ഞാനായത് ആത്മാവെന്ന്. നമ്മുടെ ഈ ദേഹം എന്ന് പറയുന്നത് അല്ല, ഞാൻ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ആത്മാവാണ്. ഈ ശരീരമല്ല, ആത്മാവാണ് എന്ന് തിരിച്ചറിയുക. അതുണ്ടാകുന്നത് മോഹൈക ഹന്ത്രിയായുള്ളത് വിദ്യകേ. മോഹൈക ഹന്ത്രി എന്ന് വെച്ചാൽ മോഹത്തെ ഹനിക്കുന്നത്, നമ്മുടെ ഈ ആഗ്രഹത്തെ ഹനിക്കുന്നത്, ഇല്ലാതാക്കുന്നത് എന്താണ്? അറിവാണ്, വിദ്യയാണ് അല്ലെ? ഇപ്പം വിദ്യ നേടുന്നതിലൂടെയാണ് ഈ അജ്ഞാനത്തെ നമ്മൾ മറികടക്കുന്നത് അല്ലെ? ഈ അജ്ഞാനം ഇല്ലാതാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വിദ്യ അഭ്യസിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായത് വിദ്യയും. സംസാരകാരിണി എന്ന് വെച്ചാൽ ദുഃഖത്തിന് കാരണമാകുന്നത് അവിദ്യയും ദുഃഖത്തിന് നാശമുണ്ടാക്കുന്നത്, അതായത് ദുഃഖം ഇല്ലാതാക്കുന്നത് വിദ്യയുമാണ്, അറിവുമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്ത ചേതസ ചെയ്യുക വേണ്ടുന്നതും തത്ര കാമക്രോധ ലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിയുക നീ. ഇവിടെ പറയുന്നത് മോക്ഷാർത്ഥി ആകണമെങ്കിൽ, മോക്ഷം നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വിദ്യാഭ്യാസം ഏകാന്ത ചേതസ ചെയ്യുക വേണ്ടും. നമുക്ക് ഏകാഗ്രമായ ഒരു മനസ്സ് വേണം. ഏകാഗ്രമായ മനസ്സോടെ വിദ്യാഭ്യാസം ചെയ്തെങ്കിൽ മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ? മോക്ഷം ഉണ്ടാകത്തുള്ളൂ അല്ലെ? തത്ര അപ്രകാരം കാമക്രോധ ലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിയുക നീ. നമ്മുടെ മനുഷ്യന്റെ ശത്രുക്കളാകുന്നത് എന്തൊക്കെയാണ്? കാമം, ആഗ്രഹം; ക്രോധം അല്ലെ, കോപം; അതുപോലെ ലോഭം, പണത്തിനോടുള്ള കൊതി, പണക്കൊതി; അതുപോലെ മോഹം, ആഗ്രഹങ്ങൾ. ഇവയൊക്കെയാണ് മനുഷ്യന്റെ ശത്രുക്കളായിട്ട് മാറുന്നത്. മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളൊന്നതിൽ ക്രോധമറിയടോ. നമ്മുടെ മുക്തിക്ക്, നമ്മുടെ മോക്ഷത്തിന് തടസ്സമായി നിൽക്കുന്നത്, ഏറ്റവും തടസ്സമായി നിൽക്കുന്നത് എന്താണ്? ക്രോധമാണ്, കോപമാണെന്ന് നീ അറിയുക അല്ലെ? ക്രോധത്തിനുള്ള ശക്തി മറ്റൊന്നിനുമില്ല നമ്മുടെ മോക്ഷത്തിന് വിഘ്നം വരുത്തുവാനായിട്ട് എന്നാണ് പറയുന്നത്. നോക്കൂ, മാതൃ പിതൃ ഭ്രാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നതു. ക്രോധം മൂലം മനസ്താപമുണ്ടായി വരും. ക്രോധമൂലം നൃണാം സംസാരബന്ധനം. ക്രോധമല്ലോ നിജ ധർമ്മക്ഷയകരം. ക്രോധം പരിത്യജിക്കണം ബുധജനം. അപ്പോൾ നമ്മുടെ ഈ മോക്ഷത്തിന് തടസ്സമായി നിൽക്കുന്നത് കോപമാണ്. ഇനി കോപം നിമിത്തം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു? നമ്മുടെ ഒരുപാട് വാർത്തകളൊക്കെ കേൾക്കാറുണ്ട് അല്ലെ? പത്രത്തിൽ വാർത്തകൾ കാണാറുണ്ട്, ചാനലിലൊക്കെ കാണാറുണ്ട്. എന്താണ്? മകൻ അച്ഛനെ വെട്ടിക്കൊന്നു, അമ്മയെ വെട്ടിക്കൊന്നു, ഭാര്യയെ വെട്ടിക്കൊന്നു അല്ലെ? സ്വത്തിന് വേണ്ടി. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിൽ നിന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അല്ലെ? പിന്നെ നമ്മൾ പശ്ചാത്തലിച്ചിട്ട് ഒരു കാര്യവുമില്ല. അപ്പൊ ഇങ്ങനെയുള്ള ക്രോധം, അതാണ് ഇവിടെ പറയുന്നത്. എന്ത് ചെയ്യുന്നു? മാതാ പിതൃ ഭ്രാതൃ മിത്ര സഖികളെ എന്ന് വെച്ചാൽ മാതാവ് അമ്മയെ, പിതാവിനെ, ഭ്രാതാവ് എന്ന് വെച്ചാൽ സഹോദരൻ അല്ലെ? പിന്നെ അതുപോലെ മിത്രങ്ങളെ, കൂട്ടുകാരെ, അതുപോലെ സഖി എന്ന് വെച്ചാൽ ഇവിടെ ഭാര്യ അല്ലെങ്കിൽ കൂട്ടുകാരെ, ഇവരെയൊക്കെ എന്ത് ചെയ്യുന്നു? ക്രോധ നിമിത്തം ഹനിക്കുന്നതു പൂമാൻ. പൂമാൻ എന്ന് വെച്ചാൽ മനുഷ്യന്റെ കോപം കൊണ്ട് മനുഷ്യൻ ഇവരെയെല്ലാം ഹനിക്കുന്നു, വധിക്കുന്നു അല്ലെ? പെട്ടെന്നുണ്ടാകുന്ന ക്രോധത്തിൽ നിന്ന് ചെയ്തു പോകുന്നതാണ്.
അത് ഒരു നിമിഷം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് ചിലപ്പോൾ പശ്ചാത്തപിച്ചെന്നിരിക്കും, പക്ഷെ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് ക്രോധം മൂലം മനസ്താപം ഉണ്ടായി വരും. മനസ്താപം എന്ന് വെച്ചാൽ ദുഃഖം, മനസ്സിന് ദുഃഖമുണ്ടായി വരും. കോപം കൊണ്ട് മനസ്സിന് ദുഃഖമുണ്ടായി വരും. ക്രോധം മൂലം നൃണാം സംസാര ബന്ധനം. നൃണാം എന്ന് വെച്ചാൽ മനുഷ്യർക്ക് സംസാര ബന്ധനം, അതായത് നമ്മുടെ ജീവിതം ദുഷ്കരമായി തീരും അല്ലേ. നമ്മുടെ ജീവിതം ദുഷ്കരമായി തീരുന്നതിന് കാരണം എന്താണ്? ക്രോധമാണ്, കോപമാണ് എന്നാണ് പറയുന്നത്. പിന്നെയോ ക്രോധമല്ലോ നിജ ധർമ്മക്ഷയകരം ക്രോധം പരിത്യജിക്കണം ബുധജനം. ബുധജനം എന്ന് വെച്ചാൽ അറിവുള്ളവർ. ക്രോധമല്ലോ നിജ ധർമ്മക്ഷയകരം. ഇപ്പം ധർമ്മത്തെ ക്ഷയിപ്പിക്കുന്നത്, നന്മയെ ഇല്ലാതാക്കുന്നത് ക്രോധമാണ്. അപ്പോൾ ബുധജനം ക്രോധത്തെ പരിത്യജിക്കണം. ബുധജനം എന്ന് വെച്ചാൽ അറിവുള്ളവർ. അപ്പോൾ അറിവുള്ളവർ എന്ത് ചെയ്യണം? കോപത്തിനെ ത്യജിക്കണം. കോപം വരാതെ നമ്മൾ ശ്രദ്ധിക്കുക. കോപം എന്ന വികാരത്തെ നമ്മൾ എന്ത് ചെയ്യുക? അമർച്ച ചെയ്യുക. നമുക്ക് ദേഷ്യം വരത്തില്ല എന്ന് പറയുന്നില്ല, നമുക്ക് പല സന്ദർഭങ്ങളിലും ദേഷ്യം വരാറുണ്ട് അല്ലേ. പക്ഷെ അതൊരു വലിയ വിപത്തിലേക്ക് പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ കോപത്തെ നമ്മൾ നിയന്ത്രിക്കണം എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ ഈ പാഠഭാഗത്തിൻ്റെ ആശയമെന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാർക്കെല്ലാം ഈ പാഠഭാഗം നന്നായി മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പാഠത്തിലൂടെ എഴുത്തച്ഛൻ പറയുന്നത് എഴുത്തച്ഛൻ്റെ ജീവിത ദർശനങ്ങളാണ്. ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നതാണെങ്കിൽ കൂടി അത് പറയുന്നത് എഴുത്തച്ഛൻ നമ്മളോടാണ് ഈ തത്വങ്ങളൊക്കെ പറയുന്നത്. ഇതിലൂടെ എഴുത്തച്ഛൻ്റെ ജീവിത ദർശനങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ പാഠഭാഗത്തിനെ കുറിച്ചുള്ള ചോദ്യോത്തരങ്ങളുമായിട്ട് അടുത്ത ഭാഗത്തിൽ വരാം. അതുവരെ ബൈ.